ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജി നാളെയാണ് അത് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിനിടയിലാണ് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം പുറത്തുവരുന്നത്. സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. യുവതീ പ്രവേശന സമയത്തെ സത്യവാങ്മൂലം സർക്കാർ തിരുത്തുമെന്നുള്ള പ്രതീക്ഷയാണ് NSSനുള്ളത്. സർക്കാർ എന്തു ചെയ്യുമെന്ന് നോക്കട്ടെ എന്നുൾപ്പെടെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്. ഷിനോജ് എസ്.ടി വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, യുവതീ പ്രവേശനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കേസ് കൊടുത്തത് NSS മാത്രമാണ്. NSS ആണ് ആദ്യം പുനഃപരിശോധനാ ഹർജി ഉൾപ്പെടെ നൽകുന്ന NSS ആണ്. അപ്പോൾ നിലവിലിപ്പോൾ സർക്കാരിനൊപ്പമാണ് NSS എന്നുള്ള തോന്നലുണ്ടാക്കുന്നതിനിടയിലാണ് ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജി കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഈ വിഷയത്തിൽ NSS എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടിൽ തന്നെ തുടരും എന്നുള്ള കാര്യം ശക്തിയുക്തമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു, അല്ലേ? അക്ഷയ്, പന്തിന് എന്തായാലും സർക്കാരിന്റെ കോട്ടിലാണ്. കാരണം ഈ ആഗോള അയ്യപ്പ സംഘം നടത്തിയ സമയത്ത് പോലും പ്രതിപക്ഷം പ്രധാനമായി ഉയർത്തിക്കാട്ടിയ ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ സത്യവാങ്മൂലം, സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം സർക്കാർ ആദ്യം തിരുത്തട്ടെ എന്നൊരു നിലപാടാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ അന്ന് സർക്കാർ ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ തയ്യാറായിരുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി PS പ്രശാന്ത് എത്തിയ സമയത്ത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു സത്യവാങ്മൂലം തിരുത്തും എന്നൊരു പ്രതികരണം പ്രശാന്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് മന്ത്രി അത്തരത്തിലൊരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്കും തന്നെ അത്തരത്തിൽ മറുപടി ഒന്നും തന്നെ പറയാതെയാണ് ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ പോയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്ത് ചെയ്യാൻ നോക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ NSS എത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആദ്യം കേസ് കൊടുത്തത് NSS മാത്രമാണ്. ഏതായാലും പലതരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ പരസ്യമായി തന്നെ NSSന് പിന്തുണയുമായി ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. BJP ഉൾപ്പെടെയുള്ള, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും NSSന് പിന്തുണയുമായി എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു നിയമ നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ NSS മാത്രമാണ് തയ്യാറായത്. അതിനാൽ തന്നെ ഈ കേസ് നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അത് NSSന്റെ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സുകുമാരൻ നായർ പറയുന്നത് കൃത്യമായി തന്നെ അദ്ദേഹം നിലപാട് പറയുകയാണ്. സർക്കാർ തിരുത്തുമോ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കി സർക്കാർ എന്താണ് ചെയ്യുന്നത് നോക്കട്ടെ. എന്തായാലും നാളെ കേസ് വിളിക്കുന്ന സമയത്ത് പ്രധാനമായും ഒരു തീയതി, വാദത്തിന് വേണ്ടിയുള്ള തീയതിയാകും പ്രധാനമായും ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സർക്കാരിന് നിലപാടായി സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും NSS അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ അതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം തിരുത്തും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊരു നിലപാടാണ് നിലവിൽ ഇപ്പോൾ NSS എടുത്തിരിക്കുന്നത്. എന്തായാലും പന്ത് ഇനി സർക്കാരിന്റെ കോട്ടിലാണ്. സർക്കാർ എന്ത് തീരുമാനിക്കുമെന്ന് ആണ് അറിയേണ്ടത്. അതായത് ഷിനോജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇനി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഷിനോജ്, ഈ പന്ത് തട്ടുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇടതുപക്ഷ സർക്കാരിന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു നിലപാട് സ്വീകരിക്കുക. ആ നിലപാടിൽ ഒരു ഞങ്ങൾ മലക്കം മറിഞ്ഞു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള പ്രതികരണങ്ങളിൽ ആ തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ അങ്ങനെ ഒരു നിലപാട് ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, തീർത്തും സങ്കീർണമാണ്. അക്ഷയ, തീർച്ചയായും. കാരണം തെരഞ്ഞെടുപ്പിന് 1.5-2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൂടി സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ചോദ്യചിഹ്നമായി മാറും എന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി LDFന് സംസ്ഥാനത്ത് ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നടന്ന സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് NSS ആ വിഷയത്തിലെടുത്ത വലിയ രീതിയിലുള്ള നിലപാടുകൾ, കോൺഗ്രസിന് ആ വിഷയത്തിൽ കിട്ടിയ വലിയ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള വോട്ടുകൾ, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വയ്ക്കുന്ന സമയത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ വിഷയം അടഞ്ഞ അധ്യായമെന്നോ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഏതൊക്കെ തരത്തിലാണ് അടങ്ങിയ അധ്യായമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഈ തിരുത്തൽ, അതായത് സുപ്രീം കോടതിയിൽ ഈ കഴിഞ്ഞ അധ്യായമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം തിരുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുപ്രധാനമായിട്ടുള്ള വാർത്തയുടെ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇതാ ശബരിമല യുവതീ പ്രവേശന കേസ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ നാളെ സുപ്രീം കോടതിയിൽ ഹാജരാകുമെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയാണ് ഹാജരാകുന്നത്. ജയ്ദീപ് ഗുപ്തയെ ഹാജരാക്കാനുള്ള നിർദ്ദേശം അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് നൽകിയിരിക്കുന്നു എന്നുള്ള വിശദാംശങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശനം തന്നെയാണ് ഈ ദിവസത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നത് എന്നതിൽ സംശയമില്ല.